കടമ്പൂർ ശ്രീ പനിയൂർക്കാവ് ഉത്സവാഘോഷ കമ്മിറ്റി തിരുവോണത്തിന് 12ാം വർഷവും പാലട പ്രഥമനൊരുക്കി. 2012 മുതലാണ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലട പ്രഥമനൊരുക്കാൻ തുടങ്ങിയത്. സമീപത്തെ 15ഓളം പാൽ സൊസൈറ്റികളിൽ ക്ഷീരകർഷകർ ഉത്രാട ദിനം ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചു നൽകുന്ന 1050ലധികം ലിറ്റർ പാൽ ശേഖരിച്ചാണ് ഇവിടെ പാലട പ്രഥമൻ ഒരുക്കിയത്. വിറകടുപ്പിൽ പുളിവിറക് കത്തിച്ചാണ് ഇപ്പോഴും ഇവിടെ പാലട തയ്യാറാക്കാറുള്ളത്. പാൽ സൊസൈറ്റിയിൽ നിന്ന് പാൽ എത്തിയാൽ ഉടൻ ആദ്യമായി പാലിൽ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കും. തുടർന്ന് പാലട ഉണ്ടാക്കി തുടങ്ങും. കേരളത്തിലെ പ്രമുഖ അട നിർമ്മാണ കമ്പനികളിലൊന്നായ ഒറ്റപ്പാലത്തെ പ്രീസ ഫുഡ് പ്രോഡക്ട്സിന്റെ അടയാണ് 12 വർഷമായി പാലട ഉണ്ടാക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. പാലടകൾ പലതുണ്ടെങ്കിലും പനയൂർക്കാവിൽ വർഷത്തിലൊരിക്കൽ തിരുവോണത്തിനൊരുക്കുന്ന പാലടയുടെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണെന്നാണ് വർഷം തോറും പാലട വാങ്ങുന്നവരുടെ ഏകാഭിപ്രായം. നാടൻ പാൽ, പഞ്ചസാര, അട എന്നിവ മാത്രം ഉപയോഗിച്ച് പാകം ചെയ്യുന്ന പാലട പ്രഥമന്റെ ഗുണമേന്മയിൽ ഓരോ വർഷവും ആവശ്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാകുന്നത്. 2020 കോവിഡിന്റെ കാലത്ത് മാത്രമാണ് പാലട ഒരുക്കാതിരുന്നത്. ഓണവിപണിയിൽ 250 രൂപ വരെ പാലട പ്രഥമന് വിലയുണ്ടെങ്കിലും പനയൂർക്കാവിൽ പാലടയ്ക്ക് 190 രൂപയേ വിലയുള്ളൂ. ഇത്തവണ ഉത്രാടം ദിനം രാവിലെ തന്നെ മുൻകൂർ ബുക്കിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു. തിരുവോണ ദിവസം രാവിലെ 4 മണിയാകുമ്പോഴേക്കും പാലട പ്രഥമൻ ഒരുങ്ങിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ജീവനക്കാരുടെയും കൂട്ടായ്മയിൽ അവർ തന്നെ ഉറക്കമൊഴിച്ചാണ് ഇവിടെ പാലട ഉണ്ടാകുന്നത്. പാലട ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ വളരെ വൃത്തിയായി നിരവധി തവണ കഴുകി വീണ്ടും തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വീണ്ടും കഴുകി പാലെത്തുന്നതു മുതൽ പായസം വിതരണം ചെയ്യുന്നതുവരെ ഓരോ ഘട്ടത്തിലും ക്ഷേത്രം ഭാരവാഹികളും ജീവനക്കാരും അതീവ ശ്രദ്ധയോടെയാണ് പാലട പ്രഥമൻ തയ്യാറാക്കൽ കൈകാര്യം ചെയ്യുന്നത്. തിരുവോണ ദിനം രാവിലെ 7 മണി മുതൽ ക്ഷേത്രത്തെ തൊഴുന്നതിനും പാലട പ്രഥമൻ വാങ്ങുന്നതിനും ബുക്ക് ചെയ്തവർ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നു പോലും എത്തിയിരുന്നു. ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മനോഹരമായ ഓണപ്പൂക്കളവും പരമ്പരാഗത രീതിയിൽ മാതേവര വെക്കലും ഉണ്ടായിരുന്നു. പാലട പ്രഥമന്റെ വിതരണോദ്ഘാടനം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ പി ജയപ്രകാശ് നിർവഹിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് പാലട ഒരുക്കാൻ തുടങ്ങിയ കൊല്ലം മുതൽ 12 വർഷവും ആദ്യമായി തിരുവോണ പാലട വാങ്ങുന്ന ക്ഷേത്ര പരിസരവാസി കൂടിയായ കെ ശങ്കരനാരായണൻ ഇത്തവണയും പതിവ് മുടക്കാതെ പാലട വാങ്ങാൻ പാത്രവുമായി നേരത്തെ എത്തിയിരുന്നു. ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ പി മോഹൻകുമാർ, വി കെ ഉണ്ണികൃഷ്ണൻ, എം രവികുമാർ, കെ പി സ്വാമിനാഥൻ, പി മോഹൻദാസ്, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി പി ഹരിദാസൻ മാസ്റ്റർ, ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ പി സുനിൽകുമാർ, സി പി രാജകുമാർ, ജീവനക്കാർ എന്നിവരും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുവോണ പാലടയൊരുക്കാൻ നിറസാന്നിധ്യമായുണ്ടായിരുന്നു. നമ്മുടെ കടമ്പൂരിന്റെ പേര്, നമ്മുടെ ഭഗവതിയുടെ പനയൂർക്കാവിന്റെ പേര് നമ്മുടെ ഈ നാട് കടന്ന് എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ പാലട പായസം 13 വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു അധ്വാനമാണ് അതിന്റെ പിന്നിലുള്ളത്. നമ്മൾ നാട്ടിൽ നിന്ന് പാലൊക്കെ ശേഖരിച്ചുകൊണ്ട് പാലട നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടാവും, എങ്കിലും നമ്മളൊരു പ്രസാദം എന്നത് കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വലിയ സംരംഭത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ 1000 ലിറ്റർ പാലാണ് നമ്മൾ പറഞ്ഞ 1000-ലധികം ലിറ്റർ പാലിന്റെ ആവശ്യം വന്നു. അപ്പോൾ 800-850 ആളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ധാരാളം ആളുകൾ വരും. നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും പരമാവധി നമ്മൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഈ ഒരു സംരംഭം വലിയ വിജയമാക്കുമെന്ന് ആണ് പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു വർഷം ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായൊരു വർഷമാണെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ ഈ വരുന്ന ഒരു വർഷം കൊണ്ട് നമുക്ക് കഴിയട്ടെ.